ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. 2 വ്ലോഗ് ചെയ്ത് മുങ്ങിയ ഞാൻ മാസങ്ങൾക്ക് ശേഷം ഇന്നാണ് പൊങ്ങുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല ഗൈസ്, എൻ്റെ തൊണ്ട കുറച്ച് സീനായിരുന്നു. പിന്നെ എൻ്റെ കൂടെ ട്രാവൽ വീഡിയോസ് ചെയ്ത 2 പേരുണ്ട്, മാളുവെച്ചി വിനീഷേട്ടനും. അവർ മാത്രമല്ല, അവരാണ് കൂടുതലും വീഡിയോ ഇടുന്നില്ലെന്ന് ചോദിച്ചുകൊണ്ടിരുന്നത്. സോ അവർ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. നിങ്ങളുടെ കൂടെയുള്ള വീഡിയോ ഞാൻ വൈകാതെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നെൻ്റെ യാത്ര ആലുവയിലോട്ടാണ്. എന്തിനാണെന്നറിയാമോ? എനിക്കൊരു ഗിഫ്റ്റ് ഒരാൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, ദുബൈയിലെ ഫ്ലൈ സിയാന ട്രാവൽ ഏജൻസിയിലെ അഷ്റഫിക്ക. ആ ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു കോമഡിയാണ്. ഒരു കുട്ടി ബൊമ്മയല്ല ഗൈസ്, ഒരു ശാശി ചെറുക്കൻ, സാക്ഷാൽ ലബൂബു. സോ ലബൂബുവിനെ മേടിക്കാൻ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാമോ? ആലുവ അൽസാജ് കിച്ചൺ. ചട്ടിച്ചോറ് കൊണ്ട് തന്നെ അവിടെ ഫേമസ് ആണ്. ഫുഡ് മേടിക്കാം, ലബൂബുവിനെ മേടിക്കാം. ലബൂബു അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഗൈസ്. സോ എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് കൊണ്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ലബൂബുവിനെ മേടിച്ച് എനിക്ക് പണി കിട്ടും എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്ന് ഞാൻ അൺബോക്സിംഗ് ഒന്നും ചെയ്യുന്നുണ്ട്, പക്ഷെ വീഡിയോ ഇടുന്നില്ല. ആ വീഡിയോ വളരെ വൈകാതെ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, കുറച്ച് ദിവസം നമുക്ക് നോക്കാം ലബൂബു എനിക്ക് പണി തരുമോ ഇല്ലയോ എന്ന്, എന്നിട്ടാകാം ബാക്കി സംസാരമൊക്കെ. സോ ഞാൻ അൽസാജ് കിച്ചണിലെത്തി. അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. ഈ ലബൂബുവിനെ മേടിക്കുമ്പോഴും കൊടുക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് വേണമെന്നാണ് പറയാറ്. സോ ആ ചേട്ടൻ എനിക്ക് ചിരിച്ചുകൊണ്ട് തന്നു. ഞാൻ ലബൂബുവിനെ ചിരിച്ചുകൊണ്ട് മേടിക്കുകയും ചെയ്തു. ഈ ലബൂബുവിന് എന്തൊക്കെയോ ലക്കി നമ്പേഴ്സും കളേഴ്സും ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കിതിനെപ്പറ്റി ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ചിന്തിച്ചില്ല. ലബൂബു ചെറുക്കനെ കൈപ്പറ്റി. സോ ഇന്ന് ഇത്രയൊക്കെ പറഞ്ഞേ ബോറടിപ്പിക്കുന്നുള്ളൂ. ലബൂബു എന്നെ കൊന്നോ തിന്നോ എനിക്ക് എന്ത് പറ്റിയെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഞാൻ വരും.